ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും? ഇന്നിപ്പോൾ രാവിലെ ആമി സ്കൂളിൽ പോയി. ഒരു മാസത്തെ വെക്കേഷന് ശേഷം ഇപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് പോയതാണ് കേട്ടോ. ഫസ്റ്റ് ഡേ ആണ്. അങ്ങനെ സ്കൂളിൽ പോയതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇവരും ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് കുറച്ച് കിടന്നുറങ്ങി. പിന്നെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടാണ്, രാവിലത്തേന്ന് വെച്ചാൽ എണീക്കുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് രാവിലത്തെ ചായ കുടിയും ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അന്നേരം കുറച്ച് 2 മണി, ഒരു 1:30 മണിയെല്ലാം ആവും കിട്ടാൻ ഇത് ചെയ്യുമ്പോൾ. ഇന്നിപ്പോൾ കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ബീഫും നെയ്ച്ചോറും വെക്കണം. ഈ നെയ്ച്ചോറ് എന്നെല്ലാം പറഞ്ഞാൽ കുറേ നെയ്യ് അങ്ങനെയൊന്നും ആക്കൂല കേട്ടോ. നെയ്ച്ചോറിൻ്റെ അരിയാണ് ഏറ്റവും പ്രധാനം. കാരണം വെറും ചോറിൻ്റെ അരി കുറേ എല്ലാ ദിവസവും തിന്നുമ്പോൾ എനിക്ക് എന്തോ പോലെ കുറച്ച് തടിച്ചരി ആയതുകൊണ്ട്. അപ്പോൾ ഈ നെയ്യരി അരിയുടെ പ്രത്യേകത മാത്രമേ ഉള്ളൂ. അധികം ഓയിലും നെയ്യൊന്നും ഇല്ലാണ്ട് അങ്ങനെ വെക്കും. ഇന്നിപ്പോൾ അങ്ങനെ ബീഫ് കറിയും കുറച്ച് ക്യാരറ്റും ബീൻസെല്ലാം വറുത്ത് ഞാനില്ലേ മിക്കും ഇതുപോലെ ഇടയ്ക്കിടെ വന്നിങ്ങനെ ഓരോ സംശയം ചോദിക്കും, പരാതികൾ പറയും, കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പറയുന്നത് ഇപ്പോൾ ചില സമയത്തെല്ലാം കേൾക്കാൻ നല്ല രസമാണ്. നമ്മളിങ്ങനെ ഓരോന്നിച്ച് തന്നെ സംസാരിക്കുമ്പോൾ, കുഞ്ഞുമക്കളോട് സംസാരിക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ ഇന്നത് ശരിക്കും വോയിസ് റെക്കോർഡാക്കി വെച്ചിട്ട് എൻ്റെ എഡിറ്റിങ്ങിൽ മ്യൂസിക്കെല്ലാം കയറി എന്തൊക്കെയോ ആയിപ്പോയി. പിന്നെ അത് തിരുത്താൻ കൊണ്ട് പറ്റുന്നില്ല. ഇതിപ്പോൾ ഞാൻ തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുന്നത് തണുപ്പ് മാറാൻ. ഇപ്പോൾ തേങ്ങേൻ്റെ റീൽസാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം വില കൂടിയതിൻ്റെ. ശരിക്കും തേങ്ങക്ക് ഭയങ്കര വിലയാണ്. എന്തായാലും വറവിലെല്ലാം കുറച്ചിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അത് പുറത്തെടുത്ത് വെച്ച്, എനിക്ക് ഈ ക്യാരറ്റ് ബീൻസ് വറവ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനെന്ത് ബിരിയാണിക്കായാലും എനിക്ക് വറവ് കിട്ടില്ല. അത് പിന്നെ ഏത് വറവായാലും, പക്ഷേ ബിരിയാണിക്ക് കാബേജ് വറവൊന്നും എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ഇതാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം ഇവിടെ. അപ്പം ഞാനിതിങ്ങനെ ഉണ്ടാക്കും. കുറച്ചധികം തന്നെ തേങ്ങയിൽ ഇടലുണ്ടായിരുന്നു. ഇപ്പോൾ തേങ്ങേൻ്റെ വില കൂടിയിട്ട് അതും അങ്ങനെ കുറച്ചിടാൻ തുടങ്ങി. പച്ചക്കറികളെല്ലാം ഉണ്ടല്ലോ, അതിന് നാട്ടിലെ പോലെ അല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട്. അതിനിടയിൽ ഞാൻ ആദ്യം ഇങ്ങനെ ജനലെല്ലാം ഒന്ന് തുറന്നിട്ടതാണ്, നല്ല വെളിച്ചെല്ലാം വന്നൊന്ന് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കാറ്റടിച്ചിട്ട് ഗ്യാസൊന്നും കത്തിക്കാനേ പറ്റുന്നുണ്ടായില്ല. ഞാനത് വീണ്ടും ക്ലോസ് ചെയ്തു. ഈ വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം ഇങ്ങനെ നല്ല തിളങ്ങുന്നത് ഇങ്ങനെ കിട്ടുമ്പോണ്ടല്ലോ, കഴിക്കാത്തവരും കഴിച്ചു. അത്ര രസമാണ് കാണാൻ തന്നെ. പ്ലാസ്റ്റിക് പോലെ നല്ല രസമാണ്. നാട്ടിലാകുമ്പോൾ എത്ര വില കൊടുത്തിട്ട് കിട്ടുന്നത് വാടിയതും എന്തെങ്കിലും കേടുണ്ടാവും. അഥവാ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞാലാണെങ്കിൽ അതിനിങ്ങോട്ട് കേൾക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നാട്ടിൽ. മല്ലിയിലെല്ലാം ഒരു 10-15 20 മല്ലിയിലെല്ലാം വാങ്ങിയ ചീഞ്ഞ് എന്താ പറയുക, 2 കഷ്ണം നല്ലത് കിട്ടിയെങ്കിലായി. ഇവിടെ എന്നെല്ലാം പറഞ്ഞാൽ മല്ലിയിലെല്ലാം ഇങ്ങനെ തോട്ടത്തുനിന്ന് ഇങ്ങനെ എടുത്തവാറുള്ള പോലെ ഉണ്ടാവും ഏത് ടൈം വാങ്ങിയാലും. എന്തായാലും അൽഹംദുലില്ലാ എല്ലാം അനുഭവിക്കാൻ കുറച്ച് യോഗം തന്നു, എല്ലാം കാണാനും. വേറെന്താ വിശേഷം? എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വേറെന്താ വിശേഷം? പിന്നെന്താ ഞാൻ പറയാൻ വിചാരിച്ചേ, ഞാനിന്ന് ബീഫ് കറി വെക്കുമ്പോൾ ഇടയ്ക്കെല്ലാം നമുക്കിങ്ങനെ നാട്ടിൽ നമ്മൾ ഉമ്മാൻ്റെയും ഇത്താത്താൻ്റെ എല്ലാം ആ ഒരു കൈപ്പുണ്യം, മീൻ കറി ആയാലും ബീഫ് കറി ആയാലും ഉമ്മയെല്ലാം നല്ല ബീഫ് കറി വെക്കും, മീൻ കറി എല്ലാം വെക്കും. അപ്പോൾ ഞാനും ആ ഉമ്മ ഉണ്ടാക്കുന്ന പോലത്തെ ബീഫ് കറി എല്ലാം നാട്ടിൽ നിന്ന് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതുപോലെ ഇന്നിപ്പം ബീഫെല്ലാം നല്ല കണ്ടപ്പോൾ ഞാൻ അതേപോലെ ട്രൈ ചെയ്യാൻ വേണ്ടി എല്ലാം അതേപോലെ തന്നെ എടുത്തിന്. പക്ഷേ എവിടെ പിഴവ് പറ്റിയൊന്നുമില്ല. കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ആ കറിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ നല്ല വരട്ടിയ പോലത്തെ ഒരു ബീഫ് കറിയാണ്. പക്ഷേ ഇവിടെ ആയത് റെഡ് കളറാണ്. എന്തായാലും കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതുപോലെ ആയിട്ടേ ഇല്ല എന്ന് മാത്രം. അതിൻ്റെ ഇടയിൽ ആമിയും മിക്കും എല്ലാം കൂടി
റൂമിൽ നിന്ന് തകൃതിയായിട്ട് ടി വി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. പുറത്ത് പോയി കളിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. മുകളിൽ ആമിക്ക് ഫ്രണ്ട്സ് ഉണ്ട് മുകളിലെ ഫ്ലാറ്റിൽ. അവർ വന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുറച്ച് സമയം പുറത്ത് പോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ഭക്ഷണം കൊടുത്തിട്ട് വേണം കുറച്ച് കളിക്കാനയക്കാൻ. മദ്രസയും ലീവ് തുടങ്ങി. മദ്രസ ഇനി ഒരു 5 ദിവസം കഴിഞ്ഞിട്ടായിട്ട് തുറക്കും തോന്നും. പിന്നെ നെക്സ്റ്റ് ഇയർ ആയി ഇവിടെ മദ്രസ. സ്കൂളിന് ഇപ്പോൾ ജൂൺ ആകുമ്പോൾ വീണ്ടും വെക്കേഷൻ തുടങ്ങും ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ യുദ്ധത്തിൻ്റെ എല്ലാം കാര്യങ്ങൾ എന്താണാവോ, അല്ലാഹു അലം. എന്തായാലും കറിയെല്ലാം സെറ്റാക്കി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നെയ്ച്ചോറ് കൊടുക്കണം. നല്ല ടേസ്റ്റ് നെയ്ച്ചോറും. ഇപ്പോൾ പിന്നെ കുക്കറിൽ, പൊതുവേ ഞാൻ കുക്കറിലാണ് നെയ്ച്ചോറും കറിയെല്ലാം ഉണ്ടാക്കല്. ഇപ്പോൾ പിന്നെ ഗ്യാസിന് ക്ഷാമം കൂടി ആയപ്പോൾ സുഖം, എല്ലാം കുക്കറിലെല്ലാം ഉണ്ടാക്കൽ. വേഗം വേഗം ആക്കാൻ ആ പണിയെല്ലാം അത് സൈഡിൽ നിന്ന് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കില്ലേ ഈ പാത്രം കഴുകുമ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ ഈ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷും സ്റ്റീലിൻ്റെ ചകിരിയെല്ലാം ഉണ്ടാവില്ലേ, ഞാൻ വിചാരിക്കും ഇവിടെ നിന്ന് നമ്മൾ ഉപയോഗിച്ച് എന്താ പറയുക, അതിൻ്റെ അങ്ങേയറ്റം കണ്ടാൽ നെക്സ്റ്റ് വാങ്ങാം, അടുത്തത് വാങ്ങാൻ പോക്കും കൊണ്ടുവരുത്തും. ചില സമയത്ത് തീർന്നാൽ വിളിച്ച് പറഞ്ഞിട്ടില്ല ഇങ്ങനെ കൊണ്ടുവരുത്താണ്, സ്റ്റോക്ക് ഉണ്ടാവില്ല. പക്ഷെ നാട്ടിൽ പോകുമ്പോഴേ അത് സത്യം പറഞ്ഞാൽ ആര് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല, എന്തുകൊണ്ട് അങ്ങനെ ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഈ ചകിരിയും ഈ ബ്രഷും കുറേ കത്തിയും കുറേ, അതായത് നമ്മൾ പേനക്കത്തിയില്ല, അതെല്ലാം ഒരുപാട് ഇങ്ങനെ വാങ്ങിയിട്ട് കൊണ്ടുപോകും. കുറേ ആൾക്ക് ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കും. നമുക്ക് ഉപയോഗിക്കാനായാലും എക്സ്ട്രാസ് ഉണ്ടാവും. ശരിക്കും ഇവിടുന്ന് അങ്ങനെ ഒരു എക്സ്ട്രാ പരിപാടിയേ ഇല്ല കേട്ടോ. ഒരു ദിവസം എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ കുറച്ചൊരു 2-3 വർഷം മുമ്പ് ഇവിടെ നല്ല കാറ്റും മഴയെല്ലാം ഉണ്ടായ സമയത്ത് ആദ്യമായിട്ട് നമ്മളിവിടെ വന്നിട്ടൊരു 10-11 വർഷമായി. അതിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഒരു പ്രാവശ്യം മൊത്തത്തിലൊരു കറണ്ട് പോക്കുണ്ടായി. നല്ലൊരു കാറ്റും മഴയായിരുന്നു. കുറേ വീടിൻ്റെ മേൽക്കൂര, ഈ എന്താ പറയുക, വാർപ്പല്ലാത്തതിൻ്റെ മേൽക്കൂരെല്ലാം പോയിട്ടുണ്ടായിരുന്നു നേരം. അപ്പോൾ ആ സമയത്ത് കറണ്ട് പോയ സമയത്താണ് ചിന്തിച്ചത്, നമുക്കൊരു മെഴുകുതിരിയെല്ലാം ഷോപ്പിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട്. ആദ്യം ഇങ്ങനെ കറണ്ട് പോകുന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെ ഷോപ്പിൽ നിന്നെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഷോപ്പിൽ പണിയെടുക്കുന്ന ആളായിട്ടും അതൊന്നും വാങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല, തിരക്ക് കാരണം. ഒരു കറണ്ട് പോയല്ലേ, എന്താ കത്തിച്ചതെന്നറിയോ, മറ്റേ ചെറിയ ഈ എന്താ പറയുക ഡെക്കറേഷനെല്ലാം ചെയ്യുന്ന സ്റ്റാൻഡ് മെഴുകുതിരിയില്ലേ, അത് കത്തിച്ചിട്ട് നമ്മൾ നേരം വെളുപ്പിച്ച. അതായത് ഒരു എമർജൻസി പോലും ഇല്ല. നാട്ടിലാണെങ്കിലോ 3-4 എമർജൻസി ഉണ്ടാവും. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും മക്കൾസെല്ലാം പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായി. വീണ്ടും നല്ല വിശേഷങ്ങളോ അല്ല നല്ല വീഡിയോസെല്ലാം ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക്സ്.